ഹലോ ഗൈസ്, എല്ലാവർക്കും ഷാലോസ് ലിറ്റിൽ ഹെവൻ എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നഴ്സസിന് മാത്രമല്ല, ജർമ്മനിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, ജർമ്മൻ ലാംഗ്വേജ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ആപ്പ് ഡ്യുവോലിംഗോ എന്നൊരു ആപ്പാണ്. അതൊരു കംപ്ലീറ്റ് ആയിട്ടൊരു ഫ്രീ ആയിട്ടുള്ളൊരു ആപ്പാണ്. അതിൽ ജർമ്മൻ ലാംഗ്വേജ് അല്ല, നമുക്കൊരു 40+ ലാംഗ്വേജസ് നമുക്ക് പഠിക്കാം. ഞാനിതിന് ശേഷം ഞാനിതിന് എങ്ങനെയാണ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിതിൽ സൈഡിൽ കാണിക്കാം. അപ്പം ഈ ആപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനൊരു 2 വീക്കായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ജർമ്മൻ പഠിക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ആയെന്നപ്പോൾ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്തതാണ് ഈ ആപ്പ്. അപ്പം ഈ ആപ്പിൽ ഞാനൊരു 2 വീക്കായിട്ട് അപ്പം ഞാൻ ഡെയിലി ഒരു 30 മിനിറ്റ്സ് ഞാൻ ഈ ആപ്പിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പം സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ആപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷിൻ്റെ അങ്ങനെ ഒരുപാട് മൊബൈൽ ആപ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയനായിട്ട് ജർമ്മൻ ലാംഗ്വേജസ് നമ്മൾ പഠിക്കാൻ ഏറ്റവും നല്ലൊരു ആപ്പാണ്. കാരണം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമുക്ക് ഇതിനായിട്ട് പേയ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിലുപരി നമ്മുടെ ഇപ്പം ജർമ്മൻ പഠിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജർമ്മനിൽ കണ്ടെയ്ൻ ചെയ്യുന്നത് റീഡിങ്, സ്പീക്കിങ്, റൈറ്റിങ്, അങ്ങനെ 4 മൊഡ്യൂൾസ് ആണുള്ളത്. അപ്പം ഈ ആപ്പിൽ ചെറിയ രീതിയിൽ ഈ 4 മൊഡ്യൂൾസും കവർ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് റീഡിങ് ആയിക്കോട്ടെ, സ്പീക്കിംഗ് ആയിക്കോട്ടെ, റൈറ്റിംഗ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ ജർമ്മൻ്റെ നമുക്ക് കോമൺ ആയിട്ട്, അതായത് ഇപ്പം നഴ്സസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മെഡിക്കലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് മെഡിക്കൽ ഫീൽഡിലുള്ള രീതിയിലാണ് നമുക്ക് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാലും ഇത് നമുക്ക് ബേസ് ആയിട്ട് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന വേർഡ്സ്, കാര്യങ്ങൾ, അങ്ങനെ സംസാരിക്കുന്ന വാക്കുകൾ, അങ്ങനെയുള്ളതാണ് ഈ ആപ്പിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരിക്കലും ഈ ഒരു ആപ്പ് കൊണ്ട് മാത്രം നമുക്ക് ജർമ്മൻ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാമെന്ന് ഞാൻ പറയില്ല. നമുക്കതിന് പ്രോപ്പറായിട്ടുള്ളൊരു കോച്ചിങ് വേണം. ലൈക്ക് A1, A2, B1, B2 ഇങ്ങനെയാണല്ലോ അതിൻ്റെ പ്രോസസ്സ്. അത് ഇപ്പോൾ കാണുന്ന നിങ്ങൾക്കും അല്ലെങ്കിൽ ഇത് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സോ ആ ഒരു പ്രോസസ്സിൽ കൂടി തന്നെ നമ്മൾ കറക്റ്റ് ഗൈഡൻസ്, ഒരു അണ്ടർ ഗൈഡൻസ് തന്നെ നമ്മൾ പഠിക്കണം. എന്നാൽ ഉപരി നമ്മുടെ ജർമ്മൻ ലാംഗ്വേജസ്, കുറച്ച് വേർഡ്സൊക്കെ നമുക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ആപ്പ് യൂസ് ചെയ്യാം. അപ്പം ഒരു 2 വീക്കായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. സോ ഈ ഒരു ആപ്പ് ഏറ്റവും ബെറ്റർ ആയിട്ടൊരു ചോയ്സാണ്. നിങ്ങൾ ജർമ്മൻ പഠിക്കാൻ, ജർമ്മൻ ലാംഗ്വേജ് പ്രിഫർ ചെയ്യുന്ന ഒരാൾക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ചോയ്സാണ്. ഇനി ഞാൻ ഈ ആപ്പ് എങ്ങനെയാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നത്? നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡ്യുവോലിംഗോ എന്നുള്ള സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വരും. അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. 48 അറൗണ്ട് ഒരു 49 MB ആണ് വരുന്നത്. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാളിങ് കഴിഞ്ഞിട്ട് നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചോദിക്കും ലാംഗ്വേജ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്, ഫ്രഞ്ച്, ജർമ്മൻ, അങ്ങനെ. അതിൽ നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ചോദിക്കുന്നത് ഹൗ ഡു ഹിയർ അബൌട്ട് ഡ്യുവോലിംഗോ ആണ്. അത് നമുക്ക് ഇഷ്ടമുള്ളത് ഫ്രണ്ട്സ്, ഫേസ്ബുക്ക്, യൂട്യൂബ്. ഇതിൽ ഞാനിപ്പോൾ യൂട്യൂബ് കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ ഹൗ മച്ച് ജർമ്മൻ ഡു യു നോ. നമ്മൾ ജർമ്മൻ ന്യൂ ആണോ അത് നമുക്ക് കോമൺ വേർഡ്സ് അറിയാവുന്ന. സോ നമ്മളൊരു പുതിയതായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഐ ആം ന്യൂ ടു ജർമ്മൻ. കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, വിൽ സ്റ്റാർട്ട് ഫ്രഷ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, വൈ ആർ യു ലേണിംഗ് ജർമ്മൻ എന്ന് ചോദിക്കുന്നു. അതിനകത്ത് നമ്മൾ ഇഷ്ടമുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ ഞാനത് കൊടുക്കുന്നത് സ്പെൻഡിങ് ടൈം പ്രൊഡക്ടിവിറ്റിലി, സപ്പോർട്ട് മൈ എഡ്യൂക്കേഷൻ, പ്രിപ്പയർ ഫോർ ട്രാവലാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സെറ്റപ്പ് ഫോർ എ ലേണിംഗ് റൂട്ടീൻ ചോദിക്കും. അപ്പോൾ നമ്മുടെ ടൈം അനുസരിച്ച് നമുക്കത് സെറ്റ് ചെയ്യാം. ഞാൻ 30 മിനിറ്റ് പെർ ഡേ ആണ്. അത് കമ്മിറ്റ് കൊടുക്കുക. സോ നമുക്ക് ഇതിനകത്ത് നോട്ടിഫിക്കേഷൻസ് ഡെയിലി വരും. സോ നമുക്കത് അലോ ചെയ്ത് കൊടുക്കാം. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ എൻ്റെ ഫോണിലാണ്, കുറച്ച് മുന്നേ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിലാണിത് ചെയ്ത് കാണിച്ചത്, ഡൗൺലോഡ് ചെയ്ത് കാണിച്ചത്. ഇത് ഓൾറെഡി ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കോമൺ കുറച്ച് കാര്യങ്ങളും കൂടെ കാണിക്കാം. ന്യൂ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഫസ്റ്റ് ചോദിക്കുന്നത് നോ, ഇതിനെ പറ്റിയിട്ടുള്ള ജർമ്മൻ വേർഡാണ് ചോദിക്കുന്നത്. അപ്പം ഇത് ഞാൻ ഓൾറെഡി ഒരു 2 വീക്കായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കത് സെലക്ട് ചെയ്ത് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ന്യൂ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്യാൻ, അതായത് കുറച്ച് ടൈം എടുക്കും നമുക്കത് ഫെമിലിയർ ആയിട്ട് വരാൻ. പക്ഷേ ഇങ്ങനെയാണ് ഇതിൻ്റെ ആക്ടിവിറ്റീസ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് സൗണ്ടാണ്. സൗണ്ട് കേട്ടിട്ട് നമുക്ക് വെക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ലേണിങ്ങിൻ്റെ പോലെ തന്നെ ലിസണിങ്ങും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ടെന്ന്. നെക്സ്റ്റ് വരുന്നത് റൈറ്റിംഗ് ആണ്.
അതായത് ബ്രെഡ് ആൻഡ് കോഫി പ്ലീസ് എന്ന് എഴുതിയിരിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ അകത്ത് ബ്രെഡിൻ്റെ ജർമ്മൻ ആണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് സൗണ്ട് കേട്ടിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് അവർ തരുന്ന സൗണ്ടിന് നമ്മൾ അത് കേട്ടിട്ട് നമ്മളത് ടൈപ്പ്. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതാണ്, സിമ്പിളാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജർമ്മൻ ലാംഗ്വേജ് മാത്രമല്ല, എല്ലാ ലാംഗ്വേജും നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാം. അപ്പം എല്ലാവരും ഇത് ആപ്പ് യൂസ് ചെയ്യാത്തവരൊക്കെ നിങ്ങളിതൊന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ള കാര്യം. അപ്പം വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ടാറ്റാ, ബൈ ബൈ.